സുഹൃത്തുക്കളെ നമസ്കാരം. ഓരോ ദിവസങ്ങളും ഇങ്ങനെ സംഭവബഹുലമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ്റെ കേസിനെ പറ്റിയൊക്കെ ഒന്നും കേൾക്കുന്നില്ല. എന്നാലും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ചില യൂട്യൂബുകാരൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയില്ല, പുള്ളിക്കാരനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ. അത് കഴിഞ്ഞിട്ട് ജോസ് കെ മാണി UDF-ലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ട ഒരു ഇത് കണ്ടു, ന്യൂസല്ല, ലൈവായിട്ട് കണ്ടതാണ്. ഗണേഷ് കുമാർ വെല്ലുവിളിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ ധൈര്യമുണ്ട്. ഓൾറെഡി പുറത്താക്കിയതാണ്. നിങ്ങളുടെ പുള്ളി കുറച്ച് പുലഭ്യങ്ങളൊക്കെ പുള്ളി ഭയങ്കര പുണ്യകാലനായിട്ട് പറഞ്ഞു. അതിനെതിരായിട്ട് പുള്ളിക്കാരൻ്റെ മുൻ ഭാര്യ തന്നെ രംഗത്ത് വന്ന് ഈ യൂട്യൂബിലൊക്കെ അത് കണ്ടു പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഈ ഗണേഷ് കുമാറിനോട് പറയുകയാണ്, ഇയാൾക്ക് നാണമുണ്ടോ? ഇയാൾ എന്തോ ഇതിലാണ് പറയുന്നത്. സ്വന്തം ചെയ്തികൾ മറച്ചു വെച്ചുകൊണ്ട് വേറൊരുത്തരുടെ രണ്ട് കാര്യം വന്നുള്ളതിനാണ്. ഒരു കാര്യം വന്നുള്ളതിനെ കുറ്റം പറയാൻ അറിയുന്നുണ്ട്. അവൾ കുറ്റം ചെയ്തിട്ടുണ്ടെ കുറ്റം തന്നെ. പക്ഷേ ഇയാൾക്ക് എന്തോ അർഹതയുള്ളേ. സരിതയുടെ ഒരു കൊച്ചിന് ചെലവിന് തന്തം കൊടുത്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഇവൻ കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത്രയും ഒരു കൊണേഷനാ ഈ മറ്റുള്ളതിനെ പറ്റി കുറ്റം പറഞ്ഞു. അത് ഒരു വശത്ത്. അത് കഴിഞ്ഞുള്ള ഒരു ഇതാണ് ജോസ് കെ മാണി UDF-ലേക്ക് ജോസ് കെ മാണി വരാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്നൊക്കെയാണ് ഇന്നിപ്പം നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു ഇത് കണ്ടത്. അപ്പം 3 പേര് 5 MLA-മാരെ ഉള്ളത്. അതിൽ ചങ്ങനാശ്ശേരി MLA-യും വേറെ ഇവിടെ വേറൊരു പൂഞ്ഞാറിലെ MLA അല്ല, വേറൊരു MLA, 2 MLA-മാർ ജോസ് കെ മാണി പറയുന്നത് കേൾക്കും, മറ്റൊരു വരത്തില്ല. അപ്പോൾ ഏതായാലും ഈ മാണി സാറ് പറയുന്ന പോലെ വളരും തോറും പിളരുകയും പിളരും തോറും വളരുന്ന ഒരു പാർട്ടിയായിട്ട് ഈ ജോസ് കെ മാണിയുടെ പാർട്ടി മാറാൻ പോവുക. ഇപ്പം പിളരും എന്നുള്ളത് ഉറപ്പാണ്. പിളർന്നു കഴിഞ്ഞാൽ ഇവർ 3ഉം 2ഉമായിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കും. ഏതായാലും അധികം താമസിയാതെ തന്നെ ഈ പാർട്ടി അപ്രത്യക്ഷമാകും. ഇങ്ങനെയുള്ള ഒറ്റയാൾ പാർട്ടികളും ഒക്കെ ഇല്ലാതിരിക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവരൊക്കെ മറ്റുള്ള പാർട്ടികളെ ഇവരെയൊക്കെ ഒതുക്കി കൈ കൊടുക്കണം. അല്ലെങ്കിൽ ഇവർ ഒരാൾ തന്നെ, ഇപ്പോൾ എത്ര പേരാ, ഗണേഷ് കുമാർ, അനൂപ് ജേക്കബ് പിന്നെ ഒരു നിരുപദ്രവകാരി, ആർക്കും ഉപദ്രവമൊന്നും ചെയ്യുന്ന പാർട്ടിയല്ല. നമ്മുടെ രാമേന്ദ്രൻ കടന്നപ്പള്ളി, ശശീന്ദ്രന് ഒറ്റയാളെ ഉള്ളോ അതോ ഒരാളോടുണ്ട്? ഒരാളോടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒരു ഗുണവും ഇല്ലാത്തവരെ ഇവരെയൊക്കെ ഈ പാർട്ടികളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.